തന്നെയാണ് ഉത്തരം. ഡോക്ടർ ജോസഫ് ആന്റണി, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ ഏകദേശം തീരുമാനമാകുമെന്നൊരു സൂചന നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലടക്കം നമ്മളേവരും കണ്ടതായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഉക്രൈൻ അതിൽ നിന്നും പിന്മാറി എന്നാണ് കുറ്റപ്പെടുത്തലുണ്ടായിട്ടുള്ളത്. ഉക്രൈന് പരോക്ഷമായും പ്രത്യക്ഷമായും പലതരത്തിലുള്ള സൈനിക സാമ്പത്തിക സഹായം യൂറോപ്യൻ രാജ്യങ്ങളും ഒപ്പം അമേരിക്കയും അന്ന് നൽകിയിരുന്നുവെന്നാണ് റഷ്യയുടെ ഭാഗത്ത് അന്ന് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതുതന്നെയാണ് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോകാൻ കാരണമെന്നും എടുത്തുകാട്ടപ്പെടുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെയൊക്കെ തന്നെ തിരിച്ചു പറയുകയാണ് ട്രംപ്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ശരിയാണ്, റഷ്യയുടെ ഭാഗം ശരിയാണെന്നുള്ള ഒരു സൂചന നൽകുകയാണ് ട്രംപ്. ഇതിൽ ഒരു സുതാര്യതയുടെ പ്രശ്നം സെലൻസ്കി ഉന്നയിക്കുന്നത് പോലെ നിലനിൽക്കുന്നുണ്ടോ? നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഒന്നാം ട്രംപ് ഭരണകാലത്ത് തന്നെ ട്രംപിന് റഷ്യയോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. ഒന്നാം ട്രംപ് ഭരണകാലത്ത് തന്നെ നാറ്റോ പോലുള്ള സഖ്യങ്ങളോട് അദ്ദേഹത്തിന് ശത്രുതയുണ്ടായിരുന്നു. ഇതിനെല്ലാം എതിരെ വ്യത്യസ്തമായ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിരുന്നു. നാറ്റോ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധ ബജറ്റ് 2% നിന്ന് 5% വർദ്ധിപ്പിക്കണം. അമേരിക്കയ്ക്ക് നാറ്റോ രാജ്യങ്ങളുടെ സുരക്ഷ ഏറ്റെടുക്കാൻ കഴിയത്തില്ല. ജപ്പാന്റെയും സൗത്ത് കൊറിയയുടെയും സുരക്ഷ ഏൽക്കാൻ കഴിയത്തില്ല. ഈ തരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ ആ സമയത്ത് തന്നെ അദ്ദേഹം പുലർത്തിയിരുന്നു. എന്നാൽ സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ 2019 അവസാനത്തോടു കൂടിയിട്ട് കോവിഡ് വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ പിന്നെ കൊണ്ടുപോകാൻ കഴിയാതെ വരികയും 2020 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പരിമിതി, ഒന്നാം ട്രംപ് ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരായിട്ട് ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തെക്കാൾ ഈ അന്തർദേശീയ കാര്യങ്ങളിലും പ്രതിരോധ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിൽ വരെ പ്രഗത്ഭരായിട്ടിരുന്ന ആൾക്കാരായിരുന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പലപ്പോഴും അവർ ചർച്ചയിലൂടെയും പരാജയപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ട്രംപ് എന്തൊക്കെയാണോ അന്തർദേശീയ തലത്തിലും ആഭ്യന്തര തലത്തിലും ഉദ്ദേശിച്ചിരുന്നത് അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എന്താണ് നമുക്കറിയാം, അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും അമേരിക്കയിലെ ജനങ്ങളും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ലെജിസ്ലേച്ചറും കോടതി വരെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സർവശക്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. അതുകൊണ്ട് രണ്ടാമത്തെ ട്രംപ് ഭരണകാലത്ത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെല്ലാം മാർക്കോ റൂബിയോ ആവട്ടെ, ഹെക്സത്ത് ആവട്ടെ, എല്ലാവരും ഈ എലോൺ മസ്ക് വരെ അദ്ദേഹം എന്തു പറയുന്നോ അതിനെ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഒന്നാം ഭരണകാലത്ത് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ആശയമെന്ന് പറയുന്നത് അമേരിക്ക സെൻട്രിക് പോളിസിയാണ്. അമേരിക്ക സെൻട്രിക് ഇക്കണോമിക് പോളിസി, അമേരിക്ക സെൻട്രിക് ഫോറിൻ പോളിസി. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്ക സെൻട്രിക് ഈ പറഞ്ഞ പോളിസികൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അതിശക്തമായി ഈ പറഞ്ഞ തരത്തിൽ നാറ്റോയ്ക്കെതിരായിട്ട് ഉള്ള നയങ്ങൾ സ്വീകരിക്കുന്നു. റഷ്യയുമായി നമുക്കറിയാം, റഷ്യയെ ഏതെല്ലാം തരത്തിൽ ഈ സാങ്ഷനുകളിലൂടെ ഉപരോധങ്ങളിലൂടെ ഒറ്റപ്പെടുത്താമോ, ഏതെല്ലാം തരത്തിൽ അവിടുത്തെ കമ്പനികളെ, യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളെ പിൻവലിക്കാമോ, അങ്ങനെയെല്ലാം. അതായത് നമ്മൾ പറയുന്ന ഈ അമേരിക്കയുടെ സുരക്ഷാ സെക്രട്ടറി ആയിരുന്ന ബർസൻസ്കി പോലെയുള്ള ആളുകളുടെ പദ്ധതി ഈ റഷ്യയെ തകർത്തു കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തിനൊട്ടാകെ, അമേരിക്കയ്ക്കും പാശ്ചാത്യ ലോകത്തിനും സമ്പൂർണ്ണമായ ആധിപത്യം ഉണ്ടാകുന്ന അവസ്ഥയും അവർ പറയുന്ന തരത്തിലുള്ള റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ സൃഷ്ടിക്കാൻ കഴിയുകയും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾക്ക് കാണേണ്ട ഒരു കാര്യം, ഒരു രാജ്യം, അതായത് ഇപ്പോൾ ആഗോളതലത്തിൽ അന്തർദേശീയ തലത്തിൽ ഈ അപ്രമാദിത്വം അല്ലെങ്കിൽ ഡോമിനൻസ് ഉള്ളത് അമേരിക്കയ്ക്കാണ്. ആ അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ആയിരിക്കണം. അതായത് റഷ്യ അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾ, അതായത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറാണ് പാലിക്കപ്പെടേണ്ടത്. ആ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ലംഘിച്ചുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കെതിരെ നടപടികൾ എടുത്തത് എന്ന് പറഞ്ഞ നിലപാട് അമേരിക്കയായിരുന്നു അതിൻ്റെ ശക്തമായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്ന സംഭവത്തെ ഏതെല്ലാം തരത്തിൽ നിരാകരിക്കാമോ ആ തരത്തിലെല്ലാം നിരാകരിക്കുന്ന തരത്തിലുള്ള, അതായത് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ പല ഏജൻസികളിൽ നിന്നും അമേരിക്ക ഉടനെ പിന്മാറി, കാലാവസ്ഥാ കരാറിൽ നിന്ന് പിന്മാറി, WHO നിന്ന് പിന്മാറി, അൺട്ര നിർത്തലാക്കി. അങ്ങനെ അതായത് ഈ അമേരിക്കൻ താല്പര്യം, അമേരിക്കൻ സെൻട്രിക് എന്ന് പറയുന്ന ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ട്രംപ് കാണുന്ന എല്ലാ ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറുന്നു. ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറിൽ നിന്ന് പിന്മാറുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു രാജ്യം, അമേരിക്ക പോലെയുള്ള രാജ്യം അമേരിക്ക സെൻട്രിക്
എന്ന് പറയുന്ന ഒരു പോളിസി പിന്തുടരുമ്പോൾ അവർക്ക് റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ഞാനെങ്കിൽ പനാമ എടുക്കാൻ പോവാണ്, ഗ്രീൻലാൻഡ് എടുക്കാൻ പോവാണ്, കാനഡയെ ഞങ്ങൾ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാൻ പോവാണ്, ഗാസയെ ഞങ്ങൾ അവിടുത്തെ ജനങ്ങളെല്ലാം ഒഴിപ്പിച്ചിട്ട് ഞങ്ങളൊരു വിശ്രമ കേന്ദ്രമാക്കാൻ പോവാണ്. ഈ തരത്തിൽ, അതായത് ഒരു അന്തർദേശീയ തലത്തിൽ പാലിക്കപ്പെടേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകളൊന്നും പാലിക്കാതെ അദ്ദേഹത്തിന് തോന്നുന്നത് എന്തും നടപ്പിലാക്കാനോ പ്രവർത്തിക്കാനോ പറയാനോ ഉള്ള തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ അത് വളരെ നമുക്ക് ഈ പറഞ്ഞ 12ാം തീയതി മുതൽ, ഈ ഫെബ്രുവരി 12ാം തീയതി മുതൽ എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി കണ്ടു. പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള ഹെക്സത്ത് ഇവരെ നാറ്റോയുടെ സമ്മിറ്റിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഈ നാറ്റോയെ അംഗീകരിക്കുന്നില്ല, നാറ്റോ ഇവർ സാമ്പത്തികമായി സഹായിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഉക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഈ തരത്തിൽ JD വാൻസ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, വളരെ അപകടകരമായ ടെൻഡൻസിയാണ് വാസ്തവത്തിൽ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജർമ്മനിയിൽ ഈ മ്യൂണിക് സെക്യൂരിറ്റി സമ്മിറ്റിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടില്ല, അവിടുത്തെ ഷോൾസിനെ കണ്ടില്ല, AFD എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവിനെ അവർ കണ്ടു. അപ്പോൾ ഈ തരത്തിൽ ഒരു എലോൺ മസ്ക് പോലും AFD എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയ്ക്കുന്ന തരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് നിലനിൽക്കുന്ന ആഗോളക്രമത്തെ, ആഗോളക്രമത്തിൻ്റെ സൃഷ്ടാവായ അമേരിക്ക തന്നെ ലംഘിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയിട്ടാണ്. അതായത് അമേരിക്ക സെൻട്രിക് പോളിസി പിന്തുടരുന്ന ട്രംപിനെ സംബന്ധിച്ച് നാറ്റോയ്ക്ക്, അതായത് ഇപ്പം അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് നടത്തുന്ന യുദ്ധത്തിന് ഏറ്റവും അധികം സാമ്പത്തിക സംഭാവനയും ആയുധ സംഭാവനയും നൽകുന്ന അമേരിക്കയാണ്. അതിന് തുടരാൻ കഴിയില്ല. അങ്ങനെ തുടർന്നാൽ എന്താ പറ്റുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. അമേരിക്ക സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധി നിൽക്കുന്ന രാജ്യമാണ്. ആ അമേരിക്കയെ സാമ്പത്തിക ശക്തിയായി, അങ്ങനെ വലിയ ശക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമുക്കറിയാം, ഒരുപാട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിർദ്ദേശത്തിന്റെ ഫലമായി നിർത്തിയിരിക്കുകയാണ്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ USAID എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സഹായം നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആരോഗ്യരംഗത്ത് വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡറിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഇതൊന്നും നിർത്തുന്നത് ട്രംപിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താല്പര്യത്തിന് ഗുണകരമായിട്ടുള്ളത് എന്തൊക്കെയാണോ, അമേരിക്കയുമായിട്ടുള്ള താല്പര്യം റഷ്യയുമായിട്ടുള്ള സൗഹൃദമാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് റഷ്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്താനും ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് റഷ്യയുമായി മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിക്കാനും ട്രംപ് ശ്രമിക്കുന്നത്.